കൊല്ലം കടയ്ക്കലിൽ പോസ്റ്റ് ഓഫീസിന്റെ ലോക്കർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് വൻ മോഷണം. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷത്തോളം രൂപയും ചെക്ക് ബുക്കുകളും മറ്റു പ്രധാന രേഖകളും മോഷ്ടാക്കൾ കവർന്നു. സംഭവത്തിന് പിന്നിൽ പ്രൊഫഷണൽ സംഘമാണെന്ന സംശയത്തിലാണ് പോലീസ്. കടയ്ക്കൽ ടൗണിൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ ആസൂത്രിതമായി എത്തിയ മോഷ്ടാക്കൾ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ വെന്റിലേഷൻ തകർത്താണ് അകത്തു കടന്നത്. തുടർന്ന് 1,11,952 രൂപയും ഔദ്യോഗിക ചെക്ക് ബുക്കുകളും ഓഫീസിലെ മറ്റു പ്രധാന രേഖകളും കവരുകയായിരുന്നു. രാവിലെ ഓഫീസ് വൃത്തിയാക്കാനെത്തിയ താൽക്കാലിക ജീവനക്കാരിയാണ് അകത്ത് സാധനങ്ങൾ വലിച്ചിട്ട നിലയിലും വെന്റിലേഷൻ തകർത്ത നിലയിലും കണ്ടെത്തിയത്. ഗേറ്റ് തുറന്നു വന്ന് തൂക്കാൻ തേക്കിൽ പോയപ്പോൾ അവിടെ ജനല് തകർന്നു കിടക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കടയിലെ പൂക്കടയിലെ ആ മാമൻ്റെ വന്ന് പറഞ്ഞു. അവർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞ് കള്ളം കയറിയാണ്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓഫീസ് തുറക്കാൻ ആൾ വന്നു. തുറന്ന് നോക്കിയപ്പോഴത്തേല്ലാം പൊളിച്ചിട്ടേക്കുന്നു. തുടർന്ന് ഇവർ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെയും ജീവനക്കാർ ഉടൻ തന്നെ കടയ്ക്കൽ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് കടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ആസൂത്രിതമായി നടത്തിയ മോഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ലോക്കർ ഇരുന്ന മുറിയുടെ സംരക്ഷണകരിൽ ആദ്യം തകർത്ത മോഷ്ടാക്കൾ അതിനുള്ളിലിരുന്ന കൂറ്റൻ ലോക്കർ തള്ളി നീക്കി തൊട്ടടുത്ത ഹാളിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ഈ ഹാളിലെ വൈദ്യുതി ഉപയോഗിച്ച ഗ്യാസ് കട്ടർ പ്രവർത്തിപ്പിച്ചാണ് ഇവർ ലോക്കർ മുറിച്ചു മാറ്റിയത്. സമീപവാസികളോ പ്രദേശവാസികളോ ശബ്ദം കേൾക്കാതിരിക്കാൻ കൃത്യമായ മുൻകരുതലുകളോടെയാണ് സംഘം പ്രവർത്തിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവത്തെ തുടർന്ന് കൊല്ലത്തു നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഈ ഭാഗത്തെത്തിയ സംശയാസ്പദമായ വാഹനങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. പ്രൊഫഷണൽ മോഷണ സംഘങ്ങളുടെ സാന്നിധ്യം സംശയിക്കുന്നതിനാൽ അന്വേഷണം മറ്റ് സ്റ്റേഷൻ പരിധികളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കടയ്ക്കൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.